ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പൗലോസ് ആണെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന അലീനക്ക് വല്ലാത്ത വിഷമം തോന്നാട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ പൗലോസേട്ടൻ്റെ അഹങ്കാരം എന്താ കുറയാത്തതെന്ന് ആലോചിക്കുന്നുണ്ട് നമ്മുടെ അലീന. ശേഷം പൗലോസേട്ടൻ നമ്മുടെ ബൈജുവിനോട് പറയുന്നുണ്ട്, എടാ ബൈജു വണ്ടി എടുക്കുക, അതെ പലചരക്ക് കടയിൽ പോകണം, ഇപ്പം സാധനങ്ങളൊന്നും മേടിച്ചില്ല ണെങ്കിലേ സാധനങ്ങളൊക്കെ പിന്നെ തീർന്നു പോകും. അത് മാത്രമല്ല പിന്നെ വരാനായിട്ട് വൈകുകയും ചെയ്യും. നമുക്ക് എത്രയും പെട്ടെന്ന് പലചരക്ക് കടയിൽ പോകണം എന്ന് പറയുമ്പോഴേക്കും അലീന അവിടേക്ക് വരുന്നുണ്ട്. അതെ പലചരക്ക് കടയിലേക്ക് പോവാണെങ്കിലേ ആ ചീട്ടൊന്നും തന്നെ എന്തൊക്കെയാ വാങ്ങേണ്ടതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, ഈ ചീട്ടെ വർഷങ്ങളായിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാസവും മേടിക്കാനുള്ള സാധനങ്ങളുടെ കുറിപ്പാണ്, അത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പൗലോസ് ബൈജുവിനോട് വണ്ടി എടുക്കാൻ വേണ്ടി പറയാണ്. അവരങ്ങനെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് ചെയ്യുന്നത് കേട്ടോ. അലീന മനസ്സിൽ വിചാരിക്കേണ്ടത് രണ്ടുപേരും പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയാണല്ലോ തിരിച്ചു വരുന്നത്, വരട്ടെ എന്നിട്ട് ചോദിക്കാം എന്ന് അലീനയും വിചാരിക്കുകയാണ്. അങ്ങനെ പൗലോസ് അഹങ്കാരത്തോടു കൂടി തന്നെ കടയിലേക്ക് എത്തുന്നുണ്ട്. അവരെപ്പോഴും പോകുന്നൊരു കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. അതായത് സാധനങ്ങളൊക്കെ വില കുറിച്ച് കിട്ടുന്ന കട, ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട, എക്സ്പയറി ഡേറ്റ് ആകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴേക്കും ഡിസ്കൗണ്ട് നന്നായിട്ട് കിട്ടും. അതായത് ഒരു 60 രൂപയുടെ സാധനം മേടിക്കുകയാണെങ്കിൽ 20 രൂപക്കൊക്കെ 25 രൂപക്കൊക്കെ സാധനം കിട്ടും. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒരു ചാക്ക് കണക്കിന് വാങ്ങിച്ചുകൊണ്ട് വരുവാണ് നമ്മുടെ പൗലോസ്. അങ്ങനെ ബില്ലാണെങ്കിൽ കള്ളബില്ല് ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്. കാരണം ദിവസവും അതായത് മാസത്തിലല്ല എപ്പോഴും പോകുന്നൊരു കടയാണല്ലോ, അതുകൊണ്ട് കള്ളബില്ല് ഉണ്ടാക്കിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും കൂടി അഹങ്കാരത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അലീന മുറ്റത്ത് തന്നെ നിൽക്കാട്ടോ. അതിനുശേഷം അലീന നോക്കുമ്പോഴേക്ക് ചാക്ക് കണക്കിനാണ് സാധനങ്ങളൊക്കെ ഇറക്കുന്നത്. അതിനെ ഇങ്ങനെ നമ്മുടെ മുളക്, ഉള്ളി, സവാള, അങ്ങനെ പച്ചക്കറികൾ, മീൻ വർഗ്ഗങ്ങൾ, ഇറച്ചി, എന്താണെങ്കിലും ലോഡ് കണക്കിന്, അതായത് ഒരു ഹോട്ടലിലേക്കുള്ള സാധനങ്ങൾ പോലെയാണ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ അലീന ഞെട്ടിപ്പോവാണ്. ഇതെല്ലാം ഇവിടേക്കുള്ള സാധനങ്ങളാണോ എന്ന് അലീന ചോദിക്കുമ്പോൾ പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. പൗലോസേട്ടനോട് ഞാൻ ചോദിച്ചത് അതെ ഇവിടേക്കുള്ള സാധനങ്ങളാണ്, അല്ലാതെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതൊന്നും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ല. എന്തിനാ ഇത്രയും കൂട്ടം സാധനങ്ങൾ? ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ്. ഒരു മാസത്തേക്ക് ഒരു വീട്ടിൽ ഇത്രയും പേര് കഴിക്കാൻ ഇത്രയും സാധനങ്ങളോ? ഇത് ഒരു ചാക്ക് മുളക് പൊടി, ഒരു ചാക്ക് മല്ലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ. അതെ ഇവിടുത്തെ അളവൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇതൊക്കെ വാങ്ങിച്ചത് കറക്റ്റ് അളവില്ല. ഓഹോ, ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചേ. എന്തിനാ പൊട്ടിക്കേ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കില്ലേ? ഞാൻ എന്താ പപ്പേനെ വിളിക്കണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് വല്യപ്പച്ചൻ അവിടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം? കണ്ടില്ലേ വല്യപ്പച്ച, ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. വല്യപ്പച്ചൻ ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? ആ ശരിയാണല്ലോ, എന്തിനാണ് പൗലോ ഇത്രയും സാധനങ്ങൾ? അത് ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറയാണ്. ശരി, ആ കവറൊന്ന് തുറന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അലീന ചോദിക്കുമ്പോൾ അതിന് നോക്കുമ്പോൾ സാധാരണ പേരോ അഡ്രസ്സോ ഒന്നുമില്ലാത്ത കുറേ മുളക് പൊടി, മല്ലിപ്പൊടി കേട്ടോ. ഇതെന്താ കമ്പനി സാധനങ്ങളൊന്നും അല്ലേ മേടിക്കുന്നത്? ഇത് കണ്ടിട്ട് ലോക്കൽ സാധനങ്ങൾ പോലെ ഉണ്ടല്ലോ. ഈ മുളക് പൊടിയൊന്നും ഒട്ടും നല്ലതല്ല. അതെ ഇത് കറക്റ്റായിട്ട് ആൾക്കാർ, അതായത് ഞങ്ങൾ മില്ലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് പേരൊന്നും ഇല്ലാത്ത മല്ലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ഒരു തരി മായം പോലും ചേർക്കാത്ത മല്ലിപ്പൊടിയാ. ഓഹോ എന്ന് പറഞ്ഞിട്ട് അലീന അത് പൊട്ടിച്ച് നോക്കുമ്പോഴേക്കും അതിൽ ഒരു മണവും രുചിയോ ഒന്നും ഇല്ല കേട്ടോ. മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇഷ്ടികപ്പൊടി പോലെയുണ്ട്. ഇത് എവിടെന്നാ പൗലോസേട്ടൻ വാങ്ങിച്ചത്? ബില്ലങ്ങോട്ട് കാണിച്ചേ. ആ ബില്ലൊന്നും ഇല്ല, എപ്പോഴും പോകുന്ന കടയായോണ്ടേ ബില്ലൊന്നും വാങ്ങിച്ചില്ല. എങ്കിലേ പൗലോസേട്ടൻ വണ്ടി എടുക്ക്, എനിക്ക് ആ കട വരെ ഒന്ന് പോകണമല്ലോ. അത് ഇപ്പം എനിക്ക് സമയമില്ല, എനിക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വെക്കണം. വല്യപ്പച്ചൻ പറയുന്നുണ്ട്. അതെ അലീന പറഞ്ഞത് നീ കേട്ടില്ലേ? ഇവളെ ഞങ്ങളുടെ കൊച്ചുമകളാണ്. ഈ വീട്ടിലെ ലാലിച്ചനേക്കാളും സ്ഥാനം ഇപ്പോൾ ഇവൾക്കാണ്. അതുകൊണ്ട് ലാലിച്ചനെ വിളിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ബൈജു എടാ വണ്ടി എടുക്കടാ, ഇപ്പം തന്നെ കടയിലേക്ക് പോകണം എന്ന് പറയാണ്. ആ സമയത്ത് ബൈജു കടയിലേക്കുള്ള ചീട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അലീന അത് നോക്കിയിട്ട് പറയുന്നത് ഇതൊരു കള്ളച്ചീട്ടാണല്ലോ, ഇത് കള്ള വിവര പട്ടികയല്ല. ആ കടയിൽ പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള വിവര പട്ടിക എനിക്ക് വേണം, വാ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടാ ഇനിയെങ്കിലും സത്യം പറ, ഇത് കള്ളായിട്ടുള്ള സംഭവങ്ങളല്ലേ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറ പൗലോസേട്ടാ, ഇനിയും സമയമുണ്ട്. തങ്ങളുടെ തെറ്റുകൾ താൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ പ്രശ്നത്തിനൊന്നും വരില്ല എന്ന് അലീന പറയുമ്പോൾ പൗലോസ് ഒന്നും സമ്മതിക്കുന്നില്ല. വല്യപ്പച്ചൻ പറയണ്ടേ, മോളെ ഇനി അവനോടൊന്നും സംസാരിക്കണം, നമുക്ക് നേരെ കടയിലേക്ക് പോകാം എന്ന് പറയാണ്. ശരി, പൗലോസ് രണ്ടും കൽപ്പിച്ചിട്ടാണെങ്കിൽ കടയിലേക്ക് പോകാമെന്ന് അലീനയും തീരുമാനിക്കുകയാണ്. അങ്ങനെ അലീനയും പൗലോസും ബൈജുവും വല്യപ്പച്ചനും കൂടി നേരെ പോകുന്നത് ആ കടയിലേക്കാട്ടോ. അവിടെ പോകുന്ന അലീന ഞെട്ടിപ്പോവാണ്. ഒരു ഒരു സ്ഥലം, അതായത് വെറുതെ ആരൊക്കെയോ ഇങ്ങനെ വഴിയരികിൽ വിൽക്കുന്ന, ഫുട്പാത്തിലൊക്കെ വിൽക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതാണ് ഈ പൗലോസ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചീട്ടും കാര്യങ്ങളും ഒന്നുമില്ല. എന്നിട്ടൊരു കള്ള ചീട്ട് എഴുതിക്കൊണ്ടിരുന്നു വന്നിരിക്കുക പൗലോസ്. അതായത് ഒരു 100 രൂപയുടെ സാധനം മേടിക്കുകയാണെങ്കിൽ 10,000 രൂപയുടെ ബില്ല് എഴുതിക്കൊണ്ട് വരില്ലേ, അതാണ് ഈ പൗലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഇത് കാണുന്ന അലീനയും നമ്മുടെ ഔതുക്കുട്ടിയൊക്കെ ഞെട്ടിപ്പോവാണ്. എടാ പൗലോസ് നടക്കട വീട്ടിലേക്ക്, ഈ കള്ളത്തരം ഇപ്പൊ തന്നെ ലാലിച്ചനോട് തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീനെ കാത്തു നിൽക്കാണ്. അലീന, നീ ഇത്ര നേരം എവിടെയായിരുന്നു? വല്യപ്പച്ചൻ പറയണ്ട് അവൾ എൻ്റെ കൂടെ ആയിരുന്നു. എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എടാ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പൈസ ചെലവായിക്കൊണ്ടിരിക്കുന്നത് അടുക്കളയിലേക്കാണെന്ന് നിനക്ക് അറിയാലോ. ഓവ്, അടുക്കളയിലേക്കാവുമ്പോൾ പിന്നെ സാധനങ്ങൾ വേണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ മനുഷ്യന് എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതേടാ നീ പറഞ്ഞ ശരി തന്നെയാ, ഭക്ഷണം കഴിക്കാനൊക്കെ പൈസ ഒരുപാടാകും. ഇപ്പോൾ അരിക്കും പച്ചക്കറിക്കൊക്കെ വില കൂടിക്കൂടി വരുമല്ലേ. പക്ഷെ നിന്റെ ഈ വേലക്കാരുണ്ടല്ലോ, അതിനേക്കാളും ഇരട്ടി വിലക്ക് സാധനങ്ങൾ മേടിച്ചു, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാന്നൊക്കെ പറഞ്ഞിട്ടെ മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ നീ കണ്ടിട്ടുണ്ടോ? ദേ ഇതൊക്കെയാ ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ. മുളക് പൊടി എന്ന് പറഞ്ഞ് നിനക്ക് അരച്ച് കലക്കി തരുന്നത് ഇഷ്ടികപ്പൊടിയാടാ, ഇത് മല്ലിപ്പൊടിയൊന്നും അല്ല. ഞാനും അലീനെ ഇന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഇവൻ കള്ള ബില്ല് എഴുതി നിന്നെ പറ്റിക്കുമായിരുന്ന മോനെ, ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ്. നോക്കുമ്പോൾ ബില്ലിൽ 10,000 20,000 സാധനം മേടിച്ച ബില്ല്, പക്ഷെ മേടിച്ചിരിക്കുന്നത് 500 സാധനം പോലും ഇല്ല. എന്നിട്ട് ആ പൈസ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ പൗലോസ് ആട്ടോ. അതുപോലെ തന്നെ വിനോദം ഒട്ടും മോശമൊന്നുമല്ല. മീൻ മേടിക്കാന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ പോയിട്ട് ചീന മീനൊക്കെയാണ് അതായത് വില കുറവില് ഫ്രഷ് മീനും ചീന മീനും കിട്ടുമല്ലോ. ഫ്രഷ് മീൻ മേടിക്കാതെ 1-2 ദിവസം പഴക്കമുള്ള ഫ്രീസറിൽ വെച്ച മീനുകളാണ് നമ്മുടെ വിനോദം വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. പിന്നെ ആ കാര്യം ഒരു പ്രാവശ്യത്തേക്ക് കൊണ്ട് വിനോദിന് വാണിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പൗലോസിന്റെ കാര്യം അങ്ങനെയല്ല. പൗലോസിനോട് ലാലിച്ചൻ പറയുന്നുണ്ട്, ഇനി നിനക്ക് ഒരു വാണിങ്ങും ഇല്ല, ഒന്നുമില്ല, നിനക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ പൗലോസ്, സോറി സാബ്, ഇനി ഞാനിത് ആവർത്തിക്കില്ല സാബ് എന്നൊക്കെ പറയുമ്പോൾ അലീനെ പറയുന്നുണ്ട്, വേണ്ട, തനിക്ക് ഒട്ടും തന്നെ ബഹുമാനമില്ല, തനിക്ക് ഭയങ്കര അഹങ്കാരമാണ്, താൻ ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ എന്ന് പറയാണ്. പോകുന്നതിന് മുമ്പ് നമ്മുടെ ലാലിച്ചൻ ഒരു 10-200 രൂപ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ സേവനം മതി, നിങ്ങൾ എവിടെയാണെന്ന് പോയിക്കോ, ഇവിടെ ഞങ്ങൾക്ക് വെച്ച് വിളമ്പി തരാൻ ഞങ്ങളുടെ മകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അലീനെ ചേർത്ത് പിടിക്കുകയാണ്. അലീനയ്ക്ക് സന്തോഷമാവേണ്ട തന്നെ പൗലോസിന് മുമ്പിൽ ചേർത്ത് പിടിക്കുമ്പോഴുണ്ടല്ലോ അലീന എവിടെയൊക്കെയോ പറന്നു പോകുന്ന പോലെ, ഒരു ആകാശത്ത് നിൽക്കുന്ന പോലെ തോന്നുവാണ് അലീനെ കേട്ടോ. അങ്ങനെ പൗലോസിന് അവിടെ വിഷമത്തോടു കൂടി തന്നെ ഇറങ്ങി പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൗലോസിനോട് ബൈജു ചോദിക്കണ്ടടാ, നിനക്ക് വേറെ പുറത്തൊക്കെ ഒരുപാട് ഹോട്ടലുകളിൽ നിന്നൊക്കെ വിളി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിയാലും നിനക്ക് ഒരുപാട് ജോലി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പൗലോസിന് എവിടെയും ജോലി കിട്ടുന്നുണ്ടോ, കാരണം പൗലോസ് ഉണ്ടാക്കാൻ അത്ര പെർഫെക്റ്റ് കറികളൊന്നുമല്ല. അതിനുശേഷം അലീനയാണ് രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കണത്. അലീനയുടെ ഫുഡ് കഴിക്കുമ്പോൾ സ്റ്റാലിൻ ഞെട്ടിപ്പോവാണ്. തൻ്റെ അമ്മയുടെ അതേ കൈപ്പുണ്യം. പിന്നെ പൗലോസൊക്കെ എവിടെ കിടക്കുന്നു, അലീന എവിടെ കിടക്കുന്നു? അലീനയുടെ ഫുഡിന് മുമ്പിൽ പൗലോസിന്റെ ഫുഡ് ഒന്നുമല്ല. അങ്ങനെയല്ല, ആദ്യമായിട്ട് നമ്മുടെ ഒരു 10-23 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡിന്റെ അതേ രുചി നമ്മുടെ ലാലിച്ചൻ വീണ്ടും കഴിക്കാട്ടോ. ഔതുക്കുട്ടി അങ്ങനെ തന്നെ. ഒരു കണക്കിന് പൗലോസിനെ പറഞ്ഞു വിട്ട നന്നായി, അതുകൊണ്ട് ഇത്രയും രുചികരമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ ഔതുക്കുട്ടി പറയുമ്പോൾ ലാലിച്ചനും ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. ഈ പറയുന്ന പൗലോസ് 2-3 ദിവസം പട്ടിണിയായിട്ട് തിരിച്ചു വരും കേട്ടോ. ഇങ്ങനെ ജുമുട്ട് പോലെ ഇരുന്ന പൗലോസ് 2-3 ദിവസം കൊണ്ട് മെലിഞ്ഞുണങ്ങി തിരിച്ചു വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.